നമ്മുടെ നാഗറാണി സീരിയലില് അങ്ങനെ നമ്മുടെ നാഗകന്യകയായി മാറിയ പൂർവി ഒരാളോട് പകരം വീട്ടി അയാളെ കൊന്നിരിക്കുകയാണ്. എന്റെ പൊന്നെ, നാഗകന്യകയായി മാറി പകുതി മനുഷ്യനും പകുതി പാമ്പുമായിട്ട് മാറി വാലുകൊണ്ട് ചുറ്റിയെടുത്ത് മരത്തിലിടിക്കുന്നു, തറയിലിടിക്കുന്നു, കൊല്ലുന്നു. ഇത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നു. ആ കൊലയാളിയും ജയിലിലാവുന്നു. മൊത്തത്തിൽ ഉഗ്രൻ ട്വിസ്റ്റ് ആണ് വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ഇനി നാഗറാണി സീരിയലിൽ വരാനുള്ള സംഭവങ്ങൾ. ഇപ്പൊ നമ്മുടെ ടി വിയിൽ അത്ര എത്തിയിട്ടില്ല, ടി വിയിൽ കുറച്ച് പുറകിലാണ്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മെയ് 29 ശനിയാഴ്ച, ജൂൺ 1 തിങ്കൾ, ജൂൺ 2 ചൊവ്വയൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എവിടെ വെച്ചാൽ പറഞ്ഞു നിർത്തിയത്, നമ്മുടെ സ്വർണ്ണയുടെ രൂപത്തിൽ പൂർവി അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഭർത്താവ് മിനിസ്റ്റർ ദേഷ്യപ്പെട്ടിട്ട് നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നു. പാർട്ടി എൻഡ് ആവുന്നു. അങ്ങനെ മന്ത്രി സമീർ വീട്ടിൽ വരികയാണ്. പിന്നാലെ സ്വർണ്ണയും വരുന്നുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ സമീർ അകത്ത് കയറി പോവാണ്. അപ്പൊ സെക്യൂരിറ്റിയുടെ റൂമിൽ പോയി ഇങ്ങനെ ഇരുന്നിട്ട് CCTV എല്ലാം നോക്കുവാണല്ലോ. അപ്പൊ ഇതെന്താ രണ്ട് ക്യാമറ വർക്കാവാത്ത? സ്വർണ്ണയുടെ റൂമിലെ ക്യാമറയും വർക്കല്ല, പുറത്തൊരു ക്യാമറയും വർക്കല്ല. അപ്പൊ ഇതെന്താ വർക്കാവാത്ത? സാറിനോട് പോയി പറയാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പറയാൻ പോകുമ്പോഴത്തേക്കാണ് അയ്യോ അവര് വഴക്കോടിക്കൊണ്ടിരിക്കുകയല്ലേ, വേണ്ട നാളെ രാവിലെ പറയാം എന്നിങ്ങനെ സെക്യൂരിറ്റി വിചാരിക്കുകയാണ്. അങ്ങനെ സമീർ നേരെ സ്വർണ്ണയുടെ അടുത്ത് പറയാണ്, ഹാളിൽ കിടന്ന് രണ്ടുപേരുടെ വഴക്കൂടാണ് വീട്ടിൽ വന്നിട്ട്. എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട, നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന് നീ എനിക്ക് ഇങ്ങനെ തന്നെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹാളിൽ ഇരിക്കുന്ന കുപ്പിയെടുത്ത് ഒരു സൈഡിൽ കുടിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് കുടി തുടങ്ങുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്നും കേൾക്കാനല്ലെങ്കിൽ എനിക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നേരെ സ്വർണ്ണ റൂമിൽ പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വർണ്ണയുടെ റൂമിന്റെ വാതിൽ തുറക്കുവാണ് നമ്മുടെ സമീർ. എൻ്റെ ചക്കരേ എന്ന് പറഞ്ഞാണ് വാതിൽ തുറക്കുന്നത്. അപ്പോഴത്തേക്കും സ്വർണ്ണ ബേബി ഇങ്ങനെ നൈറ്റ് ഡ്രസ്സ് കിട്ടി, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്, നിന്നെ മയക്കാനായിട്ട് ഞാനിവിടെ ഇരിക്കുകയല്ലേ, നിന്റെ ദേഷ്യം മാറുമെന്ന് എനിക്കറിയാമായിരുന്നു, ഇങ്ങോട്ട് വാ ബേബി എന്നിങ്ങനെ പറഞ്ഞ് മിനിസ്റ്ററും സ്വർണ്ണയും കൂടെ റൊമാൻസ് നിൽക്കുകയാണ്. അപ്പം എന്ത് വഴക്കുണ്ടായാലും പിന്നെ ഇങ്ങനെയാണല്ലോ അങ്ങ് ഒതുങ്ങുന്നത്. അപ്പം മിനിസ്റ്റർ നൈസായിട്ട് ചോദിക്കുകയാണ്, അന്ന് മറ്റേ കുടുംബത്തെ കൊന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? അതെ, നല്ല രസം ഉണ്ടായിരുന്നു. അന്ന് നീ അവരെയൊക്കെ കൊന്നപ്പോൾ, ഞാനും നീയൊക്കെ അവരെ കൊന്നപ്പോൾ നമ്മുടെയൊക്കെ ഏജ് കുറെ കൂടി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്നിങ്ങനെ പറയുകയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വർണ്ണ, നീ ഈ നാട്ടുകാരിയല്ലേ, ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് നിനക്ക് എങ്ങനെ ഇന്ത്യയെ ചതിക്കാൻ തോന്നുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ്. എനിക്ക് വല്ല അമേരിക്കക്കാരെയാണെന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. ഈ രാജ്യത്തിനെ ഞാൻ ചതിച്ചാലും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ സ്വർണ്ണ പറയാണ്. അപ്പോൾ നമുക്ക് ഈ രാജ്യം അടിച്ചു പൊളിച്ചിട്ട് ഈ രാജ്യം നശിപ്പിച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ പോവാം. നമ്മുടെ നാട്ടിൽ പോകണ്ട, നമുക്ക് സ്വർഗത്തിൽ പോവാമേ. സ്വർഗത്തിലോ എന്നിങ്ങനെ സ്വർണ്ണ ചോദിക്കുകയാണ്. അല്ല, നീ പോകുന്നത് നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രി എന്ത് ചെയ്യാണ്, ഒരു കത്തിയെടുത്ത് സ്വർണ്ണയുടെ നെഞ്ചത്ത് കുത്തുവാണ്. അപ്പൊ സ്വർണ്ണ ഇങ്ങനെ ഞെട്ടുന്നു. എന്നെ എന്തിനാ കുത്തിയത് എന്നിങ്ങനെ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഈ മന്ത്രി, അതായത് ഭർത്താവ് ആരായിട്ട് രൂപം മാറുകയാണ്, നമ്മുടെ അഹാന എൻഗേജ്മെന്റ് വേഷത്തിൽ നിൽക്കുന്ന അഹാനയായിട്ട് രൂപം മാറുകയാണ്. അപ്പോഴത്തേക്കും അഹാന നീയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അഹാന പൂർവിയായിട്ട് രൂപം മാറുകയാണ്. പൂർവിയെ കൊന്നപ്പോഴത്തേക്കും പൂർവി ഒരു ചുമന്ന ചുരിദാറായിട്ട് മരിച്ചില്ലേ, ആ ഒരു ലുക്കില് പൂർവിയായിട്ട് പറയണത്, പൂർവി നീയായിരുന്നോ? അപ്പോഴത്തേക്കും വീണ്ടും സമീറിന്റെ രൂപത്തിലോട്ട് വരുന്നു. എന്നിട്ട് സ്വർണ്ണ പെട്ടെന്ന് ഇവളെ തള്ളി, ഇവക്ക് കുത്ത് കിട്ടി. എന്നിട്ട് സ്വർണ്ണ പെട്ടെന്ന് ഇവളെ തള്ളി ഇട്ടിട്ട് നേരെ യഥാർത്ഥ സമീർ പുറത്തിരിക്കുകയാണല്ലോ, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നാഗകന്യക രൂപം മാറി വന്നതാണ്. അങ്ങനെ റൂമിന്റെ വെളിയിൽ ഇറങ്ങി സമീറിന്റെ അടുത്ത് പറയാനായിട്ട് കുത്തും കൊണ്ട് ഓടുവാണ്. അപ്പോൾ സമീർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൂർവി എന്ത് ചെയ്യുന്നു, നേരെ അതായത് നമ്മുടെ നാഗകന്യക നേരെ പോയി റൂമിനകത്തിരിക്കുന്ന പാട്ട് ഓൺ ചെയ്യുകയാണ്. പാട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്വർണ്ണ പടികൾ ഇങ്ങനെ ഇറങ്ങി സമീർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീറിന്റെ അടുത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കത്തിയും ചൂണ്ടിക്കൊണ്ട് ഫ്രണ്ടിൽ വന്ന് നമ്മുടെ അഹാന നിൽക്കുകയാണ്. എന്നിട്ട് നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ, ഇന്ന് നിന്റെ മരണം നിന്റെ പിന്നിലല്ല നിന്റെ മുന്നിലാണോ എന്ന് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ സ്വർണ്ണ അവിടെ നിന്ന് ഓടി വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നു. പിറകിൽ കൂടെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി റോഡിലൂടെ ഓടുവാണ്. ഓടുമ്പോഴത്തേക്ക് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി മറിഞ്ഞു വീഴുമ്പോൾ കൊണ്ട് പൂർവിയല്ല നമ്മുടെ അഹാന അങ്ങോട്ട് നടന്നു വരുവാണ്. എന്നിട്ട് കണ്ണിന്റെ നിറം മാറുന്നു. എന്നിട്ട് നാഗകന്യകയാവുന്നു. അതായത് പകുതി മനുഷ്യനും പകുതി പാമ്പിന്റെ പാലും ഒക്കെ ആയിട്ട് നാഗകന്യകയായിട്ട് മാറുന്നു. നീ നാഗിനിയായിരുന്നു? അതെ, ഞാനൊരു ഇച്ഛാധാരി നാഗകന്യകയാണ്. പക്ഷേ
എന്നെക്കാൾ വിഷമുള്ള നാഗകന്യകയാണ് നീ നിന്റെ സ്വന്തം നാട്ടുകാരായ ഇന്ത്യക്കാരെ തന്നെ ചതിക്കാൻ നോക്കുകയാണല്ലേ, നീ എൻ്റെ കുടുംബത്തെ കൊന്നുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവളെ ചുറ്റി പിടിച്ചെടുത്ത് ചുമരിലോട്ട് ഇരിക്കുകയാണ്. എന്നെ വെറുതെ വിടൂ എന്ന് പറയാണ്. നീ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കിയല്ലേ, അവിടുത്തെ ഒരു നാഗകന്യക കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ. എന്നെ കൊല്ലരുത് നിന്നെ ഞാൻ കൊന്നില്ലല്ലോ, കൊല്ലാൻ പോകുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചുറ്റി പിടിച്ച് എടുത്തെറിയുന്നു. നേരെ പോയി സ്വർണ്ണയുടെ റൂമിനകത്ത് വീഴുകയാണ്. വീണ്ടും അഹാന അങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ നാഗകന്യകയുടെ കോസ്റ്റ്യൂമിലാണ് വന്നിട്ട് എഴഞ്ഞു കയറി വന്നിട്ട് എന്ത് ചെയ്യാണ്, പൂർവിയായിട്ട് രൂപം മാറുന്നു. എന്നിട്ട് ഇവിടെ കഴുത്തിന് പിടിച്ച് എന്നെ വീട് എന്നോട് ദയ കാണിക്കും. ദയോ, എൻ്റെ കുടുംബത്തോട് നീ ദയ കാണിച്ചോ, എൻ്റെ കുടുംബത്തിൽ നീ കൊന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവളെ എന്ത് ചെയ്യാണ്, ഇവിടെ വയറ്റിൽ കത്തി കൊണ്ട് കുത്തി ഇവളെ കൊല്ലുവാണ്. അപ്പോൾ ഇതേ സമയം ഒറിജിനൽ സമീർ താഴെ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞേക്ക് കുറച്ച് ഓവറായിപ്പോയി, അവളെടുത്ത് പോയി മാപ്പ് പറയാം എന്ന് പറഞ്ഞ് ഒറിജിനൽ സമീർ റൂമിലോട്ട് പോകാൻ തുടങ്ങുവാണ്. ഇതേ സമയം അഹാന എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന ഇവിടെ കൊന്നിട്ടിട്ട് അവിടെ നിന്ന് പാമ്പായിട്ട് ഇഴഞ്ഞു പോകുന്നു. അപ്പോൾ മന്ത്രി സമീർ വന്ന് വാതിൽ തുറക്കുമ്പോഴത്തേക്കും ബേബി സോറി, നീ എവിടെ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാല് വഴുക്കി എന്ത് ചെയ്യാണ്, ഇയാൾ കാല് വഴിക്കുന്നു. അപ്പം ചോര ഇതെന്താ എന്നിങ്ങനെ ഇയാളെ ഞെട്ടി നിൽക്കുവാണ്. ഇതേ സമയം നമ്മുടെ അഹാന പാമ്പായിട്ട് ഇഴഞ്ഞു വന്ന് ഹാളിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ മന്ത്രി സമീറിന്റെ രൂപം സ്വീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പോയിരുന്ന് കള്ളു കുടിക്കുന്നു. മന്ത്രി സമീറിന്റെ രൂപത്തിൽ ദേഹം മൊത്തം ചോരയാണ്. എന്തിനാണ് ഇതെല്ലാം ക്യാമറയിൽ കിട്ടുന്നുണ്ട്. 2 CCTV ക്യാമറയല്ലേ വർക്കിംഗ് അല്ലാതെ ആയത്, ബാക്കി എല്ലാം വർക്കിംഗ് ആണല്ലോ. അപ്പോൾ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമീർ അതേസമയം റൂമിൽ ചോര കണ്ടുപോയി നോക്കുമ്പോഴാണ് സ്വർണ്ണ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. വയറ്റിലെ കത്തിയും കൊണ്ട് കിടക്കുന്നു. സ്വർണ്ണ എന്ത് പറ്റി എഴുന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പൂർവി എല്ലാ ക്യാമറകളിലും സമീറിന്റെ മുഖവും കൊണ്ട് തൻ്റെ രൂപം മാറ്റിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയും പോലീസും കൂടെ ഓടി ഇതെല്ലാം ഈ ബഹളം എല്ലാം കൂടെ കേട്ടുകൊണ്ട് ഓടി വരുമ്പോഴത്തേക്ക് സമീർ ഇവളുടെ വയറ്റിൽ നീനെ കത്തി വലിച്ചൂരിയാണ്. പൂർവി കുത്തി വെച്ചിട്ട് പോയ കത്തി സമീർ വലിച്ചൂരുന്നു. അപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത് എന്താണ്, എല്ലാവരും കാണുന്നത് ഇയാൾ കത്തി വലിച്ചൂരുന്നു. അപ്പോൾ ഇയാൾ കുത്തിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും പോലീസ് ചോദിക്കുന്നു ഇവൾ ആരാ കൊന്നത്. അപ്പോഴത്തേക്കും സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഈ മിനിസ്റ്ററാണ് കൊന്നത്, ഞാൻ കണ്ടതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് സെക്യൂരിറ്റി റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ചെടിച്ചട്ടി മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും സമീറിന്റെ രൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ അഹാന ദേഹത്ത് ചോര അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ തന്നെയാണ് കൊന്നത് എന്ന് ഈ പറയുന്ന ആര് പറയുവാണ്, നമ്മുടെ സെക്യൂരിറ്റി പറയുന്നു. അങ്ങനെ തുടർന്ന് എന്ത് ചെയ്യാണ്, ഇയാളെ അറസ്റ്റ് ചെയ്ത് കാറിലോട്ട് പോലീസ് കൊണ്ടുപോവാണ്. മന്ത്രിയല്ലേ, അപ്പോൾ മീഡിയക്കാർ പത്രക്കാരെല്ലാവരും കൂടുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. ഇയാളെ നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അഹാന ഇതെല്ലാം വീടിൻ്റെ പുറത്ത് കാറിലിരുന്ന് ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനന്തയുടെ ആത്മാവോടെ വന്നിരുന്നിട്ട് ഇത്രയും വേണോ പൂർവി എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേണം, ഇത് തുടക്കം മാത്രമാണ്, ഇനി ഇതിൻ്റെ അപ്പുറത്തത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അഹാന മറുപടി പറയാണ്. എന്നിട്ട് ഈ മിനിസ്റ്ററുടെ വൈഫിനെ കൊന്നതും മിനിസ്റ്റർ ജയിലിലായതും എല്ലാം എന്ത് ചെയ്യാണ്, മിനിസ്റ്ററിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെല്ലാം ന്യൂസിൽ കാണുവാണ്. സൂര്യ വീട്ടിൽ ആര്യമനും പമ്മിയും ഡിമ്പിളും അവിടെയുള്ള പിള്ളേരും പരമീതും ബൽജീത്തും ഋഷഭും എല്ലാവരും കാണും. ഇവനത് എന്ത് പറ്റി, ഇവൻ അങ്ങനെ ചെയ്യൂലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡിമ്പിൾ പറയാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടാ പോയത് ഇവളെ കൊന്നു കളയുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ പരമീത് ബൽജീത്തിന്റെ പറയാണ് രഹസ്യത്തിൽ അവരെങ്ങാനും ജയിലിൽ പോയി കഴിഞ്ഞാൽ കളി മാറും, നമ്മുടെ കള്ളക്കളിയെല്ലാം വെളിയിൽ വരും എന്നിങ്ങനെ പറയാണ്. അഹാന ഇതെല്ലാം മുകളിലത്തെ നിലയിൽ നിന്ന് മാറി കണ്ടുകൊണ്ട് ഗെയിം ഓവർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സമീറിനെ നേരെ ജയിലിലോട്ട് കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ പോലീസുകാർ ഞാൻ മന്ത്രിയാണ്, നിങ്ങൾ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിച്ച് ജയിലിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും അവിടെ സ്വർണ്ണയുടെ ആത്മാവ് പോലെ വരുന്നു. ഞാനാണ്, എന്നെ നീ കൊന്നു അല്ലേ, അയ്യോ ഇത് നീയല്ല, നീ മരിച്ചതല്ലേ, നിനക്ക് വരാൻ പറ്റില്ല എന്നിങ്ങനെ സമീർ പറയുമ്പോൾ അതെ ഞാൻ മരിച്ചു, പക്ഷേ എന്നെ നീ കൊന്നു, ഞാൻ കൊന്നില്ല, നീ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർവിയുടെ രൂപം സ്വീകരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ഇത് പൂർവിയാണെന്നുള്ള. പൂർവി നീയോ എന്നിങ്ങനെ ഈ മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നു ഇവിടെ നടന്നതിൻ്റെ ഇടയിൽ എന്താണ് സംഭവം എന്ന്. സമീർ ഇതിനിടയിൽ കൂടെ അയ്യോ എന്നെ ഇവിടെ കൊല്ലുവേ, എന്നെ തുറന്ന് വിടണേ ജയിലിൽ നിന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതേ സമയം വിക്രം അഹാനെ കണ്ടു ആരെങ്കിലും, അഹാനെ കാണുന്നില്ല. അവൾ എന്ത് വിചാരിക്കും, അവൾ ഈ വീട്ടിൽ വന്നു കയറി അതേ ദിവസം തന്നെ ഈ വീട്ടിലെ ഒരാൾ അയാളുടെ ഭാര്യയെ കൊന്നത്, അവൾ എന്ത് വിചാരിക്കും, അവളോട് നിന്ന് ഇറങ്ങി പോകത്തില്ലേ. അപ്പോഴത്തേക്ക് ആര്യമൻ അവൾ ഇറങ്ങിപ്പോകുന്ന ആരും ഇവിടെ നമുക്കാർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. പിന്നീട് സമീർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ എൻ്റെ നക്കാപ്പിച്ച വിട്ട് ജീവിക്കുന്നവനല്ലേ, നീ എൻ്റെ ആളല്ലേ, എന്നെ തുറന്നു വിട്. അത് സാർ കേസാണ്, നമുക്ക് ഇതിനിടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. വിക്രം ഇതേ സമയം അഹാനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഹാനയുടെ റൂമിൽ പോയി തട്ടുവാണ്. അയ്യോ ഇവളെന്താ തുറക്കെന്ന് പറയാണ്. ആര്യമനും കൂടെ ഉണ്ട്. അവസാനം ഇങ്ങനെ ഇടിച്ച് തുറക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കുമാണ് അഹാന കുളിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അഹാനയുടെ കയ്യിലോട്ടാണ് വിക്രം മറിഞ്ഞു വീഴുന്നത്. എന്ത് പറ്റി ബേബി, ഞാൻ കുളിക്കുമായിരുന്നു, ഇത്രയും വിളിച്ചിട്ട് നീ കേട്ടില്ലേ എന്ന് ആര്യമ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അവരാണ് ഞാൻ ഇവിടെ മ്യൂസിക് വെച്ചെന്ന് ഞാനൊന്നും കേട്ടില്ല, നീ ന്യൂസ് വല്ലതും അറിഞ്ഞോ ബേബി, ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ബേബി, ഞാനൊന്നും കണ്ടിട്ടില്ല ബേബി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ആര്യമൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ്.
അപ്പോഴത്തേക്കും അഹാന പറയാണ്, ആര്യവൻ പോകുമ്പോഴത്തേക്കും അഹാന അങ്ങോട്ട് അഭിനയം മതിയാക്കുമല്ലോ, അതുവരെ വിക്രത്തിൻ്റെ അടുത്ത് പ്രണയമാണ്. അപ്പോഴത്തേക്ക് അഹാന പറഞ്ഞു എനിക്ക് ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയുന്നു. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് അഹാന ഭരണിയായിട്ട് രൂപം മാറുകയാണ്. കാരണം അഹാന പുറത്താണല്ലോ, അപ്പൊ അഹാനയായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നത് ഭരണിയാണ്. എന്നിട്ട് ഇതേ സമയം എന്ത് ചെയ്യാണ്, നമ്മുടെ ഒറിജിനൽ അഹാന പാമ്പായിട്ട് ഇഴഞ്ഞ് ഹാളിലൂടെ ഇങ്ങനെ നടന്നു വന്ന് മനുഷ്യരൂപം സ്വീകരിക്കുന്നു. ആര്യവന്റെ ഫ്രണ്ടിൽ നിന്നാണ് മനുഷ്യരൂപം സ്വീകരിക്കുന്നത്, ആര്യവൻ കാണുന്നില്ല. എങ്ങനെയോ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്യണം, അപ്പൊ ആര്യവൻ നോക്കുമ്പോ ആര്യവൻ ആ റൂമിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി, അപ്പം ഇവളങ്ങനെ അവിടെ ഇവിടെ ഇവളാ. അപ്പോഴത്തേക്ക് ഇവളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ആര്യവനോടെ കൈ പിടിച്ചു, നീ അങ്ങനെ ഇവിടെ, നീ ഇപ്പൊ അവിടെ നിന്നതല്ലേ, നീ അങ്ങനെ ഇവിടെ വന്നു. അപ്പൊ അഹാന പറയണേ, നിനക്കെന്താ എന്നെ ഓർത്ത് ഭ്രാന്ത് പിടിച്ചോ? പ്രേമം ഉള്ളപ്പോഴാണ് നമുക്ക് കണ്ണുന്ന അവിടെയും ഇവിടെയും തോണിലും തുരുമ്പിലും ഒക്കെ തോന്നുന്നത്. അപ്പൊ നിനക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കുമല്ലേ? അപ്പൊ ആര്യവൻ, ഞാൻ പോയി പരിശോധിക്കാം, നീ വാ, നീ എൻ്റെ കൂടെ വാ, ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞ് ഇവിടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് ആര്യവൻ. എങ്ങോട്ട്? നേരെ റൂമിലേക്ക്. അപ്പൊ അഹാനയ്ക്ക് മനസ്സിലായി റൂമിൽ ഭരണിയെ കണ്ടിട്ടാണ് ഈ കിടന്ന് പറയുന്നതെന്ന്. അപ്പൊ അഹാന, വിക്രം ഓടിവാ, ഇയാൾ എന്റെ കൈ കയറി പിടിച്ചേ. അങ്ങനെ വിക്രം ഓടി വന്നു. എന്താണ് നിനക്ക് പ്രശ്നം? അപ്പോഴത്തേക്കും അഹാന പറഞ്ഞു, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് ഇയാൾ എന്നെ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിക്രം ആരും എൻ്റെ ദേഷ്യപ്പെടേണ്ടതാ, നിനക്ക് ഇങ്ങനെ പ്രേമത്തിൽ ചതി പറ്റിയെന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല. അപ്പൊ ഇവള് ശരിയല്ലടാ, ഇവള് ശരിയാണോ അല്ലെന്ന് ഞാൻ നോക്കിക്കോളാം, നിനക്ക് ചതി പറ്റിയപോലെ എല്ലാവർക്കും പറ്റത്തില്ല, നീ നിന്റെ കാര്യം നോക്കിപ്പോളാ എന്ന് പറയുമ്പോൾ ആര്യവൻ അവിടെ നിന്ന് പോവാണ്. പക്ഷേ ആര്യവൻ മനസ്സിൽ പറയണം ഇവള് ഒരു തെറ്റുകാരിയാണെന്ന് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ അഹാന അപ്പം ആര്യവനും അവിടെ നിന്ന് പോകുന്നു, വിക്രം അവിടെ നിന്ന് പോകുന്നു. അപ്പോഴത്തേക്കും അഹാനയുടെ പിന്നിൽ നിന്ന് അനന്ത വിളിക്കാണ്, പൂർവി നീ എത്രയൊക്കെ ആര്യവനോട് അടുക്കാൻ ശ്രമിച്ചാലും അവൻ നിന്റെ കൺമുന്നിൽ വെച്ച് നിന്നെ എന്താണ് ചെയ്തത് നീ മറന്നു പോവരുത്. രവീഷിനെ എനിക്ക് പ്രണയം, അപ്പൊ രവീഷ് അവിടെ ദൂരോട് നടന്നു പോവാണേ. അപ്പം ആത്മാവായിട്ടുള്ള അനന്ത അങ്ങോട്ട് നോക്കിയിട്ട്, രവീഷിനെ എനിക്ക് നഷ്ടമായത് കണ്ടോ, അതുപോലെ നിന്റെ എൻ്റെ പ്രണയം നഷ്ടമായി, അപ്പോൾ അതുകൊണ്ട് നീ കണ്ട് പഠിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അഹാന പറഞ്ഞു, ഇല്ല ചേച്ചി, എനിക്ക് ഒരു പ്രണയവും ഇല്ല ആരോടും, ഞാൻ എൻ്റെ പ്രതികാരം പൂർത്തിയാക്കിയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ അവസാനിപ്പിക്കുന്നത്. അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.